നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയോര മേഖലയിലെ ആനശല്യം തുടരുന്നു. ദ്രുതകർമ്മസേനയുടെ സഹായം തേടുമെന്ന് അധികൃതർ. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TJ മറിയക്കുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മേഖലയിൽ പ്രതിഷേധം ശക്തമാവുന്നു. ഡാം നിർമ്മിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി കരുവാരക്കുണ്ടിൽ ഗ്രന്ഥശാല കോർഡിനേഷൻ കമ്മിറ്റിയും മമ്പാട് MES കോളേജിൽ KSU പ്രവർത്തകരും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ബുധനാഴ്ച തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്ത വേതന പരിഷ്കരണ ചർച്ച നടന്നില്ല. സംസ്ഥാനത്തെ സംഘടിത തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ വേതന പരിഷ്കരണം എങ്ങുമെത്തിയില്ല. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം കൊഴുപ്പിക്കാനെത്തുന്ന വ്യാജമദ്യത്തെ ചെറുക്കാൻ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിക്കുന്നു. എക്സൈസ്, പോലീസ്, റവന്യൂ, വനം വകുപ്പുകൾ ഏകോപിപ്പിക്കാനാണ് തീരുമാനം. വാർത്തകൾ വിശദമായി. ആനശല്യം തടയുന്നതിന് ദ്രുതകർമ്മസേനയുടെ സഹായം തേടും. സ്വന്തം വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TJ മറിയക്കുട്ടി, ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അബ്ദുൽ ഹമീദ് എന്നിവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാത വരെ ആനക്കൂട്ടമിറങ്ങിയ സാഹചര്യത്തിൽ ആനകളെ തുരത്തുവാനുള്ള വനം വകുപ്പിന്റെ പ്രത്യേക സേനയുടെ സഹായം തേടുവാനാണ് പരിപാടി. ഉതിരമ്പോയിൽ കൃഷിനാശമുണ്ടായ പ്രദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് അംഗങ്ങളായ മറ്റത്തൂർ റഫീഖ, ജോജി K അലക്സ് എന്നിവരടങ്ങിയ സംഘം സന്ദർശിച്ചു. 2-3 ദിവസങ്ങളായിട്ട് ഇവിടെ പരിസരത്തുള്ള പ്രദേശവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിരീക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവ എത്രയും പെട്ടെന്ന് ഈ മഹാവിപത്തിൽ നിന്നും ഈ പ്രദേശത്തുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ റാപ്പിഡ് സംഘം, ആ സംഘത്തെ ഇന്ന് തന്നെ വിവരം അറിയിച്ചുകൊണ്ട് എന്തായാലും ഇന്നും ആനയുടെ ശല്യം ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നെറ്റിയിലെ വിയർപ്പ് തുള്ളിയിലൂടെയുള്ള സൗഹൃദത്തിന്റെ കഥയാണ് അമരമ്പലം പഞ്ചായത്തിലെ മൂവർ സംഘത്തിന് പറയാനുള്ളത്. തൊഴിലിന്റെ മഹത്വവും സൗഹൃദവും ഉയർത്തിപ്പിടിക്കുന്ന ഇവർ 34 വർഷമായി വീട് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. അമരമ്പലം പഞ്ചായത്തിലെ പെരിഞ്ചൂൽ, മൊരടൻ കുഞ്ഞൻ, മധുരക്കോടൻ ബാലകൃഷ്ണൻ, വേലപ്പിലാക്കൽ ശിവദാസൻ എന്നിവരാണ് 34 വർഷത്തിലധികമായി വീടുകളുടെ ഫൗണ്ടേഷനും കിണറും നിർമ്മിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തൊഴിലിടത്തിൽ മാത്രമല്ല, വൈകുന്നേരം അങ്ങാടിയിലിറങ്ങുമ്പോഴും ഇവർ സൗഹൃദ വലയം മുറിക്കാറില്ല. 3 പതിറ്റാണ്ട് മുമ്പ് ദിവസക്കൂലിയായി 6 രൂപ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. തൊഴിലും കുറവായിരുന്നു. എന്നാൽ നിലവിൽ 400 രൂപ ലഭിക്കുന്നു. പണിക്കും കുറവില്ല. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റവും യന്ത്രവൽക്കരണവും തൊഴിൽ നഷ്ടമാകുന്നുവെന്ന് പരിഭ്രമിക്കുന്ന യുവാക്കളോട് ഇവർക്ക് പറയാനുള്ളത്, ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ്. എത്ര വീടുകൾക്ക് ഫൗണ്ടേഷൻ നിർമ്മിച്ചുവെന്ന് ചോദിച്ചാൽ കണക്ക് സൂക്ഷിച്ചിട്ടില്ല എന്ന മറുപടിയാണ് ലഭിക്കുക. ഗ്രാമത്തിന്റെ ഊടുവഴികളിൽ നിരനിരയായി നിൽക്കുന്ന വീടുകളുടെ അടിത്തറയുടെ നിർമ്മാണ ശില്പികൾ എന്നതിലുപരി സൗഹൃദത്തിന്റെ പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുന്ന ഇവർ രാഷ്ട്രപുനർനിർമ്മാതാക്കൾ തന്നെയാണ്. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് അംഗീകാരം നൽകുന്നതിന് നാളെ ബോർഡ് യോഗം ചേരും. പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ബോർഡ് യോഗത്തിൽ 57 പ്രവൃത്തികൾക്കുള്ള ടെൻഡറിന് അനുമതി നൽകും. തരിശ് റോഡ്, കുട്ടത്തി വാക്കോട് റോഡ്, അരിമൺ റോഡ്, മൊത്തം 50ലധികം റോഡ് പരമാവധി ഒരു പരിധിവരെ പരാതികളില്ലാതെയൊക്കെ സാധിക്കും. പിന്നെ മഴ ഉള്ളപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന പ്രയാസം നേരിടുന്ന റോഡുകൾ മോശമാണ്. അപ്പോൾ അതിലൊക്കെ ഒത്തിരി വർക്കുകൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ പിന്നെയും പഴയ അവസ്ഥയിൽ തന്നെ. എത്ര റോഡുകളുടെ പ്രവൃത്തിക്കാണ് ടെൻഡർ? 51 തരിശ് റോഡ്, കുട്ടത്തി വാക്കോട് റോഡ്, അരിമൺ റോഡ്, മൊത്തം 50ലധികം റോഡുകളാണ്. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ തകർച്ച പരിഹരിക്കുന്നതിനു വേണ്ടി 2011-2012 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്.
നാളെ രാവിലെ 10-ന് ചേരുന്ന ബോർഡ് യോഗത്തിലാകും ഇതിനുള്ള അന്തിമ തീരുമാനമുണ്ടാകുക. കിഴക്കേത്തല തരിശ് റോഡ്, മരുതിങ്ങൽ കുട്ടത്തി റോഡ്, അങ്ങാടി ഹൈസ്കൂൾ റോഡ്, വാക്കോട് ഹൈസ്കൂൾ റോഡ്, തരിശ് ഗൾഫ് റോഡ്, PHC ചെമ്പൻകുന്ന് റോഡ്, ചുള്ളിയോട് പീലാക്കൽ റോഡ്, മാമ്പറ്റ CT റോഡ്, പുൽവട്ട പണത്തിമൽ റോഡ്, ചെമ്പൻകുന്ന് SC കോളനി റോഡ്, അരിമണൽ മദ്രസ റോഡ്, പുന്നക്കാട് പുൽവട്ട റോഡ്, ഇരിങ്ങാട്ടിരി മൗണ്ട് റോഡ് എന്നിവയാണ് പ്രധാന റോഡുകൾ. 50-ൽ പരം റോഡുകൾക്കാണ് ടെൻഡർ നടപടിക്ക് അംഗീകാരം തേടുന്നത്. ഇതിനു പുറമെ പഞ്ചായത്തിലെ മഞ്ഞർപ്പാറ ബദൽ സ്കൂൾ ക്ലാസ് മുറി, കരുവാരകുണ്ട് GLPS ക്ലാസ് റൂം, ഓവുപാലങ്ങൾ എന്നിവയ്ക്ക് ഇതിനു പുറമെ വരുന്നുണ്ട്. ബോർഡ് യോഗത്തിൽ അംഗീകാരം ലഭിച്ചാൽ ഉടൻ ടെൻഡർ നടപടി സ്വീകരിച്ച് റോഡ് പണി ആരംഭിക്കാൻ സാധിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. മലയോര പ്രദേശങ്ങളിൽ ആനശല്യം രൂക്ഷമായി. വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രത്തിൽ തങ്ങിയിരിക്കുന്ന ആനക്കൂട്ടം കൂടുതൽ താഴേക്കിറങ്ങിയിട്ടുണ്ട്. ചോക്കാട് പഞ്ചായത്തിലെ ഉദിരംപൊയിലിൽ നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയോട് ചേർന്നുള്ള പ്രദേശത്ത് വരെ ആനക്കൂട്ടമെത്തി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കാടുമൂടാത്ത പ്രദേശങ്ങളിൽ കൂടി ആന ഇറങ്ങിയത് മലയോരവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. കരുവാരകുണ്ട്, പറയൻമേട്, വട്ടമല എന്നിവിടങ്ങളിൽ വനാതിർത്തിയോട് ചേർന്നുള്ള മലവാരത്താണ് ആനക്കൂട്ടം ഇറങ്ങിയിട്ടുള്ളത്. ഉദിരംപൊയിൽ വനാതിർത്തിയോട് ചേർന്നുള്ള പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റും കടന്നാണ് ആനക്കൂട്ടം സംസ്ഥാന പാതയ്ക്കരികിൽ എത്തിയിട്ടുള്ളത്. ഉദിരംപൊയിലിൽ ചോലശ്ശേരി അസീസ്, ലീലാമേനോൻ എന്നിവരുടെ കൃഷിയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. തെങ്ങും കവുങ്ങും മറിച്ചിട്ട് ഉള്ളിലെ ചോറ് ആനകൾ ഭക്ഷിക്കുന്ന രീതിയാണ് കാണുന്നത്. തുറന്ന സ്ഥലങ്ങളിൽ കൂടി ആനകൾ എത്തിയത് വനംവകുപ്പ് അധികൃതരെയും വിഷമത്തിലാക്കിയിട്ടുണ്ട്. കരുവാരകുണ്ട് കുണ്ടോട ഭാഗത്ത് ആനക്കൂട്ടം ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്നിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞിരുന്നു. ഇത്രയധികം താഴത്തേക്കിറങ്ങിയ ആനക്കൂട്ടത്തെ എങ്ങനെ കാട്ടിലേക്ക് തിരിച്ചയക്കണമെന്നതാണ് അധികൃതരെ കുഴക്കുന്നത്. നേരം വെളുത്തതിന് ശേഷമാണ് ആനക്കൂട്ടം കൃഷിയിടം വിട്ടിട്ടുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനവാസ കേന്ദ്രത്തിലെത്തിയ ആനക്കൂട്ടം മലയോരത്തെ തൊഴിൽ മേഖലയെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിന്റെ 52 ഡിവിഷൻ ഭാഗത്തിലൂടെ ഇറങ്ങുന്ന ആനക്കൂട്ടത്തെ തിരിച്ചുവിടുന്നതിന് തോട്ടം തൊഴിലാളികൾ ശ്രമം നടത്തുകയും വനംവകുപ്പിന്റെ സഹായം തേടുകയും ചെയ്തിട്ടുണ്ടെന്ന് എസ്റ്റേറ്റ് മാനേജർ ദീപക് പറഞ്ഞു. ആനകളെ തിരിച്ചുവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള തോട്ടം ജോലികൾ തടസ്സപ്പെടും. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഉദിരംപൊയിലിൽ ആനക്കൂട്ടം നശിപ്പിച്ച കൃഷിയിടം കാളികാവ് വില്ലേജ് ഓഫീസിലെ K. അയ്യപ്പന്റെ നേതൃത്വത്തിലുള്ളവരും ജനപ്രതിനിധികളും സന്ദർശിച്ചു. 2ാം തവണയാണ് ആനക്കൂട്ടം ഇവിടെ എത്തുന്നത്. കാളികാവിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മുൻകാല കളിക്കാരൻ പാറയ്ക്കൽ ഖാലിദ് സ്മാരക ടൂർണമെന്റിന് അങ്ങാടി മൈതാനിയിൽ ഡിസംബർ 16-ന് തുടക്കമാവും. പ്രാദേശിക ടീമുകൾക്ക് പ്രാമുഖ്യം നൽകി മിനി അഖിലേന്ത്യാ ടൂർണമെന്റാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങാടി മൈതാനിയിൽ ഗ്യാലറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാളികാവ് ടൗൺ ക്ലബ് ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് ശേഖരിക്കുന്നതിനാണ് കളി നടത്തുന്നത്. ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റ് ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തിലാണ് നടത്തുന്നത്. ടൂർണമെന്റിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചിട്ടുണ്ട്. ടൗൺ ക്ലബിന്റെ കീഴിലുള്ള യുവാക്കളാണ് മൈതാനം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. പ്രാദേശിക ടീമുകൾ പങ്കെടുക്കുന്ന മത്സരങ്ങളായതിനാൽ മറ്റു കളികളേക്കാൾ ടൂർണമെന്റിന്റെ വീറും വാശിയും കൂടുമെന്നാണ് സംഘാടകർ പറയുന്നത്. വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള അന്തർദേശീയ താരങ്ങൾ വിവിധ ടീമുകൾക്ക് വേണ്ടി കളിക്കും. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.